ഈ ഹൈസ്പീഡ് റെയിൽ പാത എന്ന് പറഞ്ഞാല് ഞാൻ 2-3 കാര്യങ്ങള് ഒരു ഇൻഡെക്സ് ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അതായത് അമേരിക്കയിൽ ഹൈസ്പീഡ് ട്രെയിൻ ഇല്ല. അമേരിക്ക നമ്മള് വളരെ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡെവലപ്മെന്റിന്റെ ഒരു യാർഡ്സ്റ്റിക്കായിട്ടല്ല ഇത് കരുതേണ്ടത്. ഈ ഹൈസ്പീഡ് റെയിൽ പാത എന്ന് പറയുന്നത് അതിന്റെ ഡെമോഗ്രാഫിക് വെച്ചിട്ട് നമ്മുടെ ഒരു കേരളത്തിന് ഹൈസ്പീഡ് റെയിൽ പാത ആവശ്യമാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെദർ ഇറ്റ് ഇസ് റിക്വയർഡ്. കാരണം ഇപ്പം ജപ്പാനായാലും ചൈനയായാലും 2 പ്രദേശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇടയ്ക്ക് ജനവാസം തീരെ ഇല്ല എന്ന് തന്നെ പറയുന്ന 2 വളരെ പോപ്പുലസ് ആയിട്ടുള്ള നഗരങ്ങൾ ബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 3-4 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാതയാണ് ഹൈസ്പീഡ് റെയിൽപാത. തീർച്ചയായിട്ടും അത് സാധാരണക്കാർക്കുള്ളതല്ല. അതൊരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ലെവലിൽ തന്നെ ഒരു മിഡിൽ മാനേജ്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും സൗകര്യപ്രദമാകുന്നത്. കാരണം അതിന്റെ കോസ്റ്റ് പെർ കിലോമീറ്റർ ഇസ് വെരി ഹൈ. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റഡി നടത്തിയിരുന്നതാണ്. 2017, 16, 17 തന്നെ ഇത് 1 കിലോമീറ്ററിന് 17 രൂപ കുറഞ്ഞ ഒരിക്കലും വരാൻ പറ്റില്ല ആയിരുന്നു അന്നത്തേത്. സിൽവർ ലൈനിന്റെ അണ്ടർ 7 രൂപ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് നടക്കില്ല, അത് ഇമ്പോസിബിൾ ആണ്. അത് ഓപ്പറേഷൻ കോസ്റ്റ് പോലും, ഓപ്പറേഷണൽ ബ്രേക്ക് ഈവൻ പോലും ആകില്ല ആ നിലയ്ക്ക് ചേർന്ന്. അങ്ങനെ വരുമ്പം ഒരു 17 രൂപ എന്ന് പറഞ്ഞത് തന്നെ അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ തിരുവനന്തപുരം എറണാകുളം എന്ന് പറയുന്നത് ഏതാണ്ട് 3000 രൂപ ടിക്കറ്റ് ചാർജ് വരും. അപ്പം അത് ടിക്കറ്റ് ചാർജ് വളരെ ഹൈ ആയിരിക്കും. അത് അഫോർഡ് ചെയ്യാനുള്ള ആൾക്കാർ കാണുമായിരിക്കും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പരിമിതമായിരിക്കും. അത് ഇപ്പോഴത്തെ ട്രെയിനിൽ പോകുന്നവർ ഇടിച്ചു കയറി പോകാറുണ്ട്. ഈ അപ്പം വയ്ക്കാനൊന്നും അതിൽ കൊണ്ട് നടക്കില്ല. ഈ നമ്മൾ പറയുന്നുണ്ട് മറ്റേ കൂട്ടനാട് അപ്പം ഉണ്ടാക്കി എറണാകുളത്ത് കൊണ്ടുവന്ന് വെക്കും, അതൊന്നും അതിന് നടക്കില്ല. അതൊക്കെ പബ്ലിക്കിന്റെ പറഞ്ഞ് തെറ്റിക്കാൻ കൊള്ളാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തേത്, നമ്മുടെ കേരളത്തിന്റെ ഒരു ഡെമോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂര്, കോട്ടയം, ആലപ്പുഴ, ഹരിപ്പാട്, ഇതെല്ലാം പായക്കുളം, ഇതെല്ലാം വളരെ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളാണ്. അവിടൊക്കെ നല്ല നിലവാരത്തിലുള്ളതും നല്ല നിലയിലുള്ള ആൾക്കാർ താമസിക്കുന്നതാണ്, ദിവസവും യാത്ര ചെയ്യുന്നതാണ്. അപ്പം തിരുവനന്തപുരം ഈ ഹൈസ്പീഡ് വരുമ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ഈ 4 നഗരങ്ങൾക്ക് മാത്രമായിരിക്കും മിക്കവാറും ഈ ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ട് ഉപകാരം വരുന്നത്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഈ നഗരങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ കൂടും. അപ്പം അത് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് അത് ശരിക്കും ബാധിക്കും. ഇപ്പം നമ്മളിപ്പോ പറയുന്നുണ്ട് തിരുവല്ലയിലും ചെങ്ങന്നൂരും ഒക്കെ തന്നെ പല വീടുകളും പൂട്ടിക്കിടക്കുകയാണ് എന്നുള്ളത്. അത് അമേരിക്കയിലാണെങ്കിൽ ഇത് ചിലപ്പം കോട്ടയത്തോട്ടും കോഴിക്കോട്ടോട്ടും എറണാകുളത്തോട്ടും കോഴിക്കോട്ടോട്ടുമായിരിക്കും പോകുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ റൂറൽ സിനാരിയോയിൽ അത് ഒരു ഇഷ്യൂ വരും. അത് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, നമ്മുടെ റെയിൽവേസ് തന്നെ അവരുടെ ഗ്രാജുവൽ അപ്ഗ്രഡേഷൻ പ്ലാൻ വെച്ചിട്ട് 200 km/h പോകുന്ന ട്രെയിൻസ് നമ്മുടെ ഇപ്പോഴത്തെ ട്രാക്കിൽ ഓടിക്കും. അത് 2017 തന്നെ ഞാൻ ഡിവിഷൻ മാനേജർ ട്രിവാൻഡ്രമായിട്ടൊരു 2-3 റൗണ്ട് ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം തന്നെ റെയിൽവേയുടെ പ്ലാൻ പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ അനുസരിച്ച് 24, 23, 24 160 km ഓടുന്ന ട്രെയിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഏതാണ്ട് അത് എത്തിയിട്ടില്ലെങ്കിലും ആവറേജ് 120 പോകുന്ന നമുക്ക് ഇപ്പൊ ലൈനുണ്ട്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം, എറണാകുളം എന്നുള്ള 2 മണിക്കൂറിലെത്തും, 2-2.5 മണിക്കൂർ. അത് 200 km അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം 1 മണിക്കൂറേ വരും. അതിൽ കൂടുതൽ സ്പീഡിന് നമുക്കിവിടെ ആവശ്യമുണ്ടോ? ഇത്രയും 1,20,000 കോടി രൂപ ചെലവാക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ 1,20,000 കോടി രൂപ ചെലവാക്കുമ്പോൾ നമ്മുടെ ലോക്കൽ എക്കോണമിക്ക് ഇത് എത്ര കോൺട്രിബ്യൂഷൻ വരുന്നു എന്നുള്ളത് നോക്കുന്നതായിരിക്കും. ഞാനൊരു ഞാൻ 2017 ഒരു കണക്കെടുത്തപ്പോൾ ഇതിന് വരുന്ന കോൺട്രാക്ടേഴ്സ് എല്ലാം തന്നെ ഏതാണ്ട് ഒരു 80% കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. വർക്കേഴ്സ് മുഴുവൻ ബംഗാളികളും അവരൊക്കെ ആയിരിക്കും എന്ന് നമുക്കറിയണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് 1,20,000 കോടി രൂപയുടെ നമുക്കൊരു 10,000 കോടി രൂപ പോലും കേരളത്തില് അതിന്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് വരില്ല. അത് തന്നെ വളരെ ഒരു മാഗ്നിഫൈഡ് എസ്റ്റിമേറ്റ് പറയുകയാണ്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രയോറിറ്റി അല്ല. നമ്മുടെ പ്രയോറിറ്റി ഇവിടെ
ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഇതിന് ചെലവാക്കുന്ന തുകയെടുത്ത് നമ്മൾ ഇൻഡസ്ട്രിയൽ പാർക്സും വെറും കെട്ടിടം കെട്ടിയിടല്ല, ഇൻഡസ്ട്രീസിനെ അട്രാക്ട് ചെയ്യുക, സബ്സിഡി കൊടുക്കുക. നല്ല ഇൻവെസ്റ്റേഴ്സ് 5,000-10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് 100-500 അല്ലാതെ 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് നമ്മളിവിടെ അട്രാക്ട് ചെയ്യുക. നമ്മുടെ ഈ ഹൈസ്പീഡ് റെയിൽ അല്ല പ്രയോറിറ്റി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.